നമസ്കാരം. നമ്മുടെ നിത്യജീവിതത്തിൽ ഏറ്റവും രുചികരമായ ഭക്ഷണം എവിടെ നിന്നാണ് വരുന്നത് എന്ന് ചോദിച്ചാൽ ഒരു സംശയം വേണ്ട, നമ്മുടെ തന്നെ സ്വന്തം വീട്ടിലെ അടുക്കളയിൽ നിന്ന് എന്നേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. നമ്മളെല്ലാവരും വിശ്വസിച്ച് ഭക്ഷണം കഴിക്കുന്നത് സ്വന്തം വീട്ടിലെ ഭക്ഷണം തന്നെയാണ്. ഇതിൽ യാതൊരു തരത്തിലുള്ള മായം ചേർന്നിട്ടില്ല, അതല്ലെങ്കിൽ വിഷാംശമില്ല, പഴകിയ ഭക്ഷണമല്ല എന്നൊക്കെയുള്ള ഒരു ആത്മവിശ്വാസം നമുക്ക് എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാക്കിയ ഏത് ഭക്ഷണം കഴിക്കുമ്പോഴും ഉണ്ടാകാറുള്ളതാണ്. എന്നാൽ ഇപ്പോൾ പുതിയ ഗവേഷണ ഫലങ്ങൾ പുറത്തു വരുന്നത് നമ്മളുടെയൊക്കെ അടുക്കളകൾ അല്പവും ശ്രദ്ധിച്ചില്ലെങ്കിൽ മാരകമായ സകല രോഗങ്ങൾക്കുമുള്ള അണുവാഹകരായി മാറിയിരിക്കുന്നു എന്നാണ്. ഇതിനായി നിരവധി തെളിവുകളാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഫ്രിഡ്ജാണെങ്കിലും, അതുപോലെ ഫ്രൈയിങ് പാൻ ആണെങ്കിലും, ഡിഷ് വാഷ് ആണെങ്കിലും എല്ലാം തന്നെ അണുവാഹകരായി മാറുകയും മാരകമായ രോഗങ്ങൾക്ക് നമ്മെ കീഴ്പ്പെടുത്താൻ അവ വഴിവെക്കുകയും ചെയ്യും എന്നാണ് ഇവർ പറയുന്നത്. അമേരിക്കയിൽ ഓരോ വർഷവും 48 ദശലക്ഷം പേരാണ് ഇത്തരത്തിലുള്ള ഈ ഭക്ഷ്യജന്യ രോഗങ്ങൾ വഴി ചികിത്സയിലാവുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഇതിൽ വലിയൊരു ശതമാനം പേരും ആശുപത്രിയിൽ എത്താറുണ്ട് എന്നും ഏതാണ്ട് 3000-ഓളം പേർ മരിക്കാറുണ്ട് എന്നുമൊക്കെയാണ് കണക്കാക്കപ്പെടുന്നത്. ഈ രോഗബാധിതരെ എല്ലാവരും തന്നെ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചവരല്ല എന്നുള്ളതാണ് ഇതിൻ്റെ രൂക്ഷമായ അവസ്ഥയിലേക്ക് വിരലിച്ചുകൊണ്ടുന്നത്. നമ്മളൊക്കെ എപ്പോഴും ചർച്ച ചെയ്യാറുള്ളത് മായം കലർന്ന ഭക്ഷണം, പഴകിയ ഭക്ഷണം, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ്. പക്ഷേ നമ്മൾ നിത്യേന കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ എങ്ങനെയെല്ലാം ഇത്തരത്തിൽ അണുക്കൾ കടന്നുകൂടി നമ്മുടെ ആരോഗ്യം തകർക്കാം എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. നമ്മളെല്ലാം തന്നെ ഡിഷ് വാഷുകൾ ഉപയോഗിക്കാറുള്ളവരാണ്. ഡിഷ് വാഷുകളിൽ എല്ലാം കാണപ്പെടുന്ന അതിൽ അടങ്ങിയിരിക്കുന്ന ചെറിയ പ്ലാസ്റ്റിക് കണികകൾ നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് ഭക്ഷണത്തിലൂടെ കടന്നു കയറുകയും തുടർന്ന് അത് തലച്ചോറിനെ വരെ ബാധിക്കുകയും ഡിമെൻഷ്യ പോലെയുള്ള രോഗങ്ങൾക്ക് അത് കാരണമായി തീരുകയും ചെയ്യുന്നു എന്നാണ് ഇപ്പോൾ ഗവേഷകർ കണ്ടെത്തിയിട്ടുള്ളത്. നമ്മൾ പലപ്പോഴും ഇത് ശ്രദ്ധിക്കാറില്ല. നമ്മുടെ വീട്ടിലെ ഡിഷ് വാഷ് ആണല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല എന്നായിരിക്കും നമ്മൾ കരുതുക. അതുപോലെ തന്നെയാണ് ഫ്രിഡ്ജിൻ്റെ അകത്തുള്ള താപനില അതുപോലെ കൃത്യമായി നിലനിന്നില്ലെങ്കിൽ ഭക്ഷണം അണുവാഹകരായി മാറും എന്നുള്ളത് 100% ഉറപ്പാണ്. മാത്രമല്ല, നമ്മൾ ഈ ഫ്രിഡ്ജ് തുറക്കുക അടയ്ക്കുകയും ചെയ്യുന്ന ആ സന്ദർഭങ്ങളിലൊക്കെ തന്നെ ഫ്രിഡ്ജിനുള്ളിലേക്ക് ഈ അണുക്കൾ കടന്നു കയറി പിന്നീട് അവിടെ ഇരിക്കുന്ന ആ ഭക്ഷണത്തിൻ്റെ അവസ്ഥയെ, അതിൻ്റെ ഊഷ്മാവ് മാറുന്നതനുസരിച്ച് ഒരുപക്ഷെ ദോഷകരമായി തന്നെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. മറ്റൊരു അപകടകാരിയായ അടുക്കളയിലെ വസ്തു ചോപ്പിംഗ് ബോർഡാണ്. നമ്മളെല്ലാവരും തന്നെ പച്ചക്കറി മാംസമെല്ലാം തന്നെ മുറിക്കുന്നതിന്, കട്ട് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ചോപ്പിംഗ് ബോർഡുകൾ പലപ്പോഴും നമ്മൾ തുടർച്ചയായി പച്ചക്കറികളും മാംസവും ഒക്കെ തന്നെ ഒരേ ചോപ്പിംഗ് ബോർഡിലായിരിക്കും. ചോപ്പിംഗ് ബോർഡ് ഓരോ തവണയും കഴുകാതെ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഓരോ തവണയും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിൽ അണുക്കളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുമെന്നും വളരെ പെട്ടെന്ന് തന്നെ ഇതിലുണ്ടാക്കുന്ന ഭക്ഷണം നമ്മെ രോഗികളാക്കും എന്നുമാണ് പറയപ്പെടുന്നത്. വിദഗ്ധർ നിർദ്ദേശിക്കുന്നത് ഒരു പരിധിവരെ പ്ലാസ്റ്റിക്കിലുള്ള ചോപ്പിംഗ് ബോർഡുകളേക്കാൾ നല്ലത് തടിയിലുള്ള ചോപ്പിംഗ് ബോർഡുകളാണ് എന്നാണ്. കാരണം പ്ലാസ്റ്റിക്കിലുള്ള ചോപ്പിംഗ് ബോർഡുകൾ കൂടുതൽ അണുക്കൾക്ക് ഒളിഞ്ഞിരിക്കാനുള്ള സംവിധാനമുണ്ട് എന്നും തടിയിൽ അത് കുറച്ചുകൂടെ അത്ര എളുപ്പമല്ല അവയ്ക്ക് ഒളിഞ്ഞിരിക്കാൻ എന്നുമാണ് ഇപ്പോൾ ഡോക്ടർമാർ കണ്ടെത്തിയിട്ടുള്ളത്. മറ്റൊന്ന് സ്പോഞ്ചുകളാണ്. നമ്മുടെ പാത്രങ്ങളും അതുപോലെ മറ്റ് ഡിഷുകളൊക്കെ തന്നെ കഴുകാൻ, വാഷ് ബേസിനെ കഴുകാൻ നമ്മൾ സ്പോഞ്ചുകൾ ഉപയോഗിക്കാറുണ്ട്. ഈ സ്പോഞ്ചുകൾ വലിയ തോതിലുള്ള അണുവാഹകരാണ്. കാരണം ഇതെല്ലാം തന്നെ നേരിയ സുഷിരങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ടും ഇതിൽ ഇഷ്ടംപോലെ ജലാംശം പറ്റി നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടും തന്നെ ഈ രോഗാണുക്കൾക്ക് ഇതിൽ തങ്ങി നിൽക്കാൻ ഏറ്റവും സുരക്ഷിതമായ സ്ഥലമാണ് സ്പോഞ്ചുകൾ. നമ്മളിത് അറിയാതെ ഈ സ്പോഞ്ച് കൊണ്ട് തന്നെയായിരിക്കും നമ്മുടെ പാത്രങ്ങൾ കഴുകുന്നതും വൃത്തിയാക്കുന്നതും ഒക്കെ തന്നെ. ഇത് നമുക്ക് പിന്നീട് വലിയ തോതിലുള്ള അപകടം വരുത്തി വയ്ക്കും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊന്ന് ഗ്യാസ് സ്റ്റൗവാണ്. ഇന്ന് നമ്മുടെ പാചകമൊക്കെ തന്നെ ഏറ്റവും എളുപ്പമാക്കിയിരിക്കുന്ന ഒന്നാണ് ഗ്യാസ് സ്റ്റൗ. പക്ഷേ ഗ്യാസ് സ്റ്റൗവിൽ നിന്ന് വരുന്ന ഗ്യാസിൽ നിന്ന് ഉണ്ടാകുന്ന ചില വാതകങ്ങൾ പുകവലിക്കുന്നതിനേക്കാൾ അപകടകരമാണ് എന്നാണ് പറയപ്പെടുന്നത്. നമ്മളൊരു ഗ്യാസ് സ്റ്റൗവുമായി നിരന്തര സമ്പർക്കത്തിൽ ഏർപ്പെടുമ്പോൾ നമ്മളത് ഒരു പുകവലിക്കാരോടൊപ്പം ജീവിക്കുന്നതിന് തുല്യമാണ് എന്നാണ് ചില ഡോക്ടർമാർ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് വരുന്ന ഈ ഒരു വാതകങ്ങളും മറ്റുമൊക്കെ തന്നെ നമ്മുടെ ശ്വസന പ്രക്രിയയെ ദോഷകരമായി ബാധിക്കുമെന്നും മറ്റു ചില പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ ഇവ കാരണമായി തീരാറുണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. മറ്റൊന്ന് നമ്മൾ അടുക്കളയിൽ പാചക സമയത്ത് ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളാണ്. നമ്മളെപ്പോഴും നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് വേണം അടുക്കളയിൽ പാചകത്തിൽ മുഴുകാനെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. പലപ്പോഴും സംഭവിക്കാറുള്ള നേരെ തിരിച്ചാണ്. വളരെ മുഷിഞ്ഞ വേഷത്തിലായിരിക്കാം നമ്മൾ പലപ്പോഴും അടുക്കളയിൽ പ്രവേശിക്കുകയും അതിനുശേഷം പാചകമെല്ലാം പൂർത്തിയായതിന് ശേഷം പിന്നെ കുളിക്കുകയും വൃത്തിയാക്കുകയും ചെയ്യുന്നത്. പക്ഷേ നല്ല വൃത്തിയോടുകൂടി അല്ലാത്ത വസ്ത്രം ധരിച്ചുകൊണ്ടാണ് നമ്മൾ അടുക്കളയിൽ പ്രവേശിക്കുന്നതെങ്കിൽ ഉറപ്പാണ് അതിലൂടെ ധാരാളം രോഗാണുക്കൾ നമ്മൾ തൊടുന്ന ഭക്ഷണ സാധനങ്ങളിലെല്ലാം തന്നെ വളരെ പെട്ടെന്ന് കടന്നു കയറുകയും അത് നമുക്ക് ഹാനികരമായി തീരുകയും ചെയ്യും. മറ്റൊന്ന് കിച്ചൺ സിങ്കുകളാണ്. നമ്മുടെ പാത്രങ്ങളും മറ്റും കഴുകാൻ വയ്ക്കുന്ന കിച്ചൺ സിങ്കുകൾ. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇതിനകത്ത് അണുക്കൾക്ക് ഒളിഞ്ഞിരിക്കാനുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നമ്മളിത് വളരെ വൃത്തിയായി കഴുകുകയും അണുനാശിനികൾ ഉപയോഗിച്ച് സ്ഥിരമായി ഈ കിച്ചൺ സിങ്കുകൾ വൃത്തിയാക്കുകയും ചെയ്തില്ലെങ്കിൽ
ഉറപ്പാണ് നമുക്ക് എന്തെങ്കിലും മാരകമായ രോഗം പെട്ടെന്ന് തന്നെ പിടിപെടാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന പല സാധനങ്ങളും ക്യാൻസറിനും വന്ധ്യതയ്ക്കും വരെ കാരണമായി തീരാറുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ ഇന്നത്തെ അടുക്കളയിലൊക്കെ തന്നെ അവശ്യ ഘടകമായ മൈക്രോവേവ്, നമ്മുടെ നിത്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന വാഷിംഗ് മെഷീൻ, നമ്മൾ വേസ്റ്റ് ഇടാൻ ഉപയോഗിക്കുന്ന ആ പാത്രങ്ങൾ, ഇവയൊക്കെ തന്നെ വളരെ പെട്ടെന്ന് അണുബാധ ഉണ്ടാകാനും അതുവഴി നമ്മുടെ ആരോഗ്യത്തെ തകർക്കാനും ഏറെ കാരണമാകും എന്നാണ് പറയപ്പെടുന്നത്. ക്യാൻസറും അതുപോലെയുള്ള മാരകമായ രോഗങ്ങൾ വളരെ പെട്ടെന്ന് ഇന്ന് സമൂഹത്തിൽ പടർന്നു പിടിക്കുന്നതിൻ്റെയൊക്കെ പിന്നിൽ ഇത്തരത്തിലുള്ള നമ്മുടെ അടുക്കളകളിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ തന്നെയാണ് അതിൽ വില്ലനായി മാറുന്നത് എന്നുള്ളത് ഏവരെയും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഏതായാലും ഇതൊന്നും നമ്മൾ ഭയക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇനി മുതൽ നമ്മൾ അടുക്കളയിൽ പ്രവേശിക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഒന്നുകൂടി ശ്രദ്ധിക്കുന്നത് ഏറെ നല്ലതായിരിക്കും. നമ്മുടെ പാചകത്തിന് ഉപയോഗിക്കുന്ന ഫ്രൈം പാനുകൾ പോലും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഭാവിയിൽ വലിയ അപകടങ്ങൾ നമുക്ക് ഉണ്ടാക്കാനുള്ള സാധ്യതയുള്ളതാണ്. ഈ ഫ്രൈം പാനുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ചില രാസവസ്തുക്കളുണ്ട്. അവയൊക്കെ തന്നെ നമ്മൾ നിരന്തരമായി പാചകം ചെയ്യുമ്പോൾ നമ്മുടെ ഭക്ഷണ സാധനങ്ങളിലേക്ക് അവ കലരുകയും പിന്നീട് നമ്മെ അത് രോഗബാധിതരാക്കുകയും ചെയ്യുന്നു. ഏതായാലും നമ്മൾ ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. അല്പം ഒന്ന് സൂക്ഷിച്ച് ജീവിക്കുക, അതാണ് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. നമ്മുടെ അടുക്കളകൾ ഏറ്റവും വൃത്തിയായി തന്നെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. പക്ഷേ അത് വൃത്തിയാക്കാൻ പോലും ഉപയോഗിക്കുന്ന വസ്തുക്കൾ പിന്നീട് അപകടകാരികളായി മാറുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിലെ ഏറ്റവും വലിയ ദുരന്തം.